നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ പൊന്നരിയാണ് എടുത്തേക്കുന്നത്. ഇതല്ലെങ്കിൽ പച്ചരി എടുക്കാം, അല്ലെങ്കിൽ മട്ടരി കൂടെ എടുക്കാം. പക്ഷേ മട്ടരി ആണെങ്കിൽ നൂലപ്പത്തിൻ്റെ കളറ് കുറച്ചൊന്ന് മാറും, അത്രേ ഉണ്ടാവുള്ളൂ. ചോറ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതായിപ്പോൾ ഞാൻ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കാം. ചോറ് നല്ല നൈസായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം അധികം ഒഴിക്കേണ്ട. ഇപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടാണ് ചോറ് വേവിക്കണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് 1 കപ്പ് തന്നെ ഉണ്ട് പച്ചരിപ്പൊടി. കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി നോക്കാം. കൈ വെച്ച് കുഴയ്ക്കുമ്പോൾ ചോറായ കാരണം കൊണ്ട് കൈമ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. പച്ചരിപ്പൊടി ഒരിക്കലും കൂടുതൽ ചേർക്കരുത്. നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമേ ഇനി പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കൈമ നന്നായിട്ട് ഒട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പും കൂടെ പച്ചരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കാം. ഇപ്പോഴും കൈമ ഒട്ടണ പോലെ തന്നെ ഉണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇനി നമുക്കിത് കൈമന്നൊക്കെ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. കൈമന്നൊക്കെ ഇതേപോലെ നന്നായിട്ട് എടുത്തതിന് ശേഷം ഞാൻ കൈ കഴുകിയിട്ട് വരാം. കൈ കഴുകിയിട്ട് കൈമ ലൈറ്റായിട്ടൊന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി ഒട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവണം മാവ്. ഒരിക്കലും നമ്മൾ കൂടുതൽ അരിപ്പൊടി ഇടാൻ പാടില്ല. കൂടുതൽ അരിപ്പൊടി ഇട്ടുണ്ടെങ്കിൽ നൂലപ്പം ഒരുപാട് ഹാർഡായി പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അരിപ്പൊടി കുറച്ച് തന്നെ ഇടാൻ പാടുള്ളൂ. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. അരിപ്പൊടി ഒരിക്കലും നിങ്ങൾ കൂടുതൽ ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് നൂലപ്പം പ്രസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. വളരെ എളുപ്പമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു നന്നായിട്ട് ആവി വന്ന ഉടനെ തന്നെ ഓഫാക്കാം. അത്രേ വേണ്ടോ, ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ചോറ് നല്ല വെന്തതാണ്. അതുപോലെ വറുത്ത പച്ചരിപ്പൊടിയും അല്ലേ, അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമുക്ക് വെന്തോ നോക്കാം. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് അത്രയും ഞാൻ വെച്ചിട്ടുള്ളൂ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നല്ല സോഫ്റ്റ് നൂലപ്പാണ്. പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ടേസ്റ്റൊക്കെ സെയിം നമ്മൾ ഉണ്ടാക്കുന്ന നൂലപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണുള്ളത്. പിന്നെ ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചോറ് ബാക്കി വന്നില്ലെങ്കിലും നമുക്ക് ഇതിനായിട്ട് കുറച്ച് ചോറ് ഉണ്ടാക്കി കൂടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ നല്ല ചിക്കൻ കറി, സ്റ്റൂ ഏത് വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.